ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി വെടിക്കെട്ടോടെ തുടങ്ങി രോഹിത് ശർമ്മ. 23 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട രോഹിത് KKR ബൌളർമാരെ തല്ലിപ്പറത്തുകയായിരുന്നു. 221 എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈക്ക് ഒരു ഘട്ടത്തിലും സമ്മർദ്ദം നേരിടേണ്ടി വരാത്ത തരത്തിലാണ് രോഹിത് ശർമ്മ ബാറ്റു വീശിയത്. കത്തിക്കയറിയ രോഹിത് നിരവധി റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി എന്നതാണ് എടുത്തു പറയേണ്ടത്. 38 പന്തിൽ 6 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 78 റൺസ് നേടിയാണ് രോഹിത് ശർമ്മ പുറത്തായത്. 205.26 സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത് കത്തിക്കയറിയത്. വൈഭവ് അറോറയുടെ പന്തിൽ അനുകൂൽ റോയിയുടെ തകർപ്പൻ ക്യാച്ചിൽ രോഹിത് പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ 11.5 ഓവറിൽ 148 റൺസ് എന്ന മികച്ച സ്കോർ ഉണ്ടായിരുന്നു. ഈ പ്രകടനത്തോടെ ചരിത്ര റെക്കോർഡിലേക്കാണ് രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത്. KKRനെതിരായ മത്സരത്തിലൂടെ 19 സീസണിലും കളിക്കുന്ന ആദ്യത്തെ ക്യാപ്ഡ് താരം എന്ന നേട്ടത്തിലേക്കെത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. പ്രഥമ സീസൺ മുതൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും MS ധോണിയും കളിക്കുന്നുണ്ട്. പ്രഥമ സീസണിൽ കളിക്കുമ്പോൾ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം നടത്തിയിരുന്നില്ല. 2023 സീസണോടെ MS ധോണി വിരമിച്ചതിനാൽ അദ്ദേഹം പിന്നീടുള്ള സീസണുകളിൽ ക്യാപ്ഡ് താരമല്ല. രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും ഇതിനോടകം വിരമിച്ചെങ്കിലും ഏകദിനത്തിൽ ഇപ്പോഴും അദ്ദേഹം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ഇപ്പോഴും ക്യാപ്ഡ് താരമെന്ന പരിഗണനയിലാണ് IPL കളിക്കുന്നത്. നിലവിൽ 19 സീസണും ക്യാപ്ഡ് താരമായി കളിച്ച ഏക താരമായി മാറാൻ രോഹിത്തിനായി. KKRനെതിരായ തകർപ്പൻ പ്രകടനത്തോടെ ശിഖർ ധവാന്റെ റെക്കോർഡിനെയും രോഹിത് മറികടന്നു. KKRനെതിരെ കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന നേട്ടത്തിലേക്കാണ് രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത്. 1093 റൺസ് നേടിയ ഡേവിഡ് വാർണറെയാണ് രോഹിത് മറികടന്നത്. 1021 റൺസാണ് വിരാട് കോഹ്ലിയുടെ പേരിലുള്ളത്. മുംബൈക്കായി പവർ പ്ലേയിൽ ഒരു താരം നേടുന്ന 4ാമത്തെ ഉയർന്ന സ്കോർ എന്ന നേട്ടത്തിലേക്കും രോഹിത് എത്തി. 51 റൺസാണ് രോഹിത് പവർ പ്ലേയിൽ നേടിയത്. ഇഷാൻ കിഷൻ, സനത് ജയസൂര്യ എന്നിവരാണ് ഈ റെക്കോർഡിൽ രോഹിത്തിന് മുന്നിലുള്ളത്. IPLൽ 50 അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. 23 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് IPLലെ തന്റെ വേഗ 50 കൂടിയാണ് സ്വന്തം പേരിലാക്കിയത്. അനായാസം സിക്സർ പറത്തിയ രോഹിത് ശർമ്മ T20യിൽ 550 സിക്സർ നേടുന്ന ഏഷ്യയിലെ ആദ്യ താരമായും മാറി. KKR ബൌളർമാരെ നിഷ്പ്രഭമാക്കുന്ന ബാറ്റിംഗാണ് ഹിറ്റ്മാൻ കാഴ്ചവെച്ചത്.